ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം സുഖമല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പ്രവാസിയാണ്. ഖത്തറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ 5 വർഷമായി. ഈ അടുത്താണ് നാട്ടിൽ നിന്ന് വന്ന്, ഈ അടുത്ത് ലീവിന് പോയിട്ട് നാട്ടിൽ നിന്ന് വന്നത് ഇപ്പോൾ 4-5 മാസമായി വന്നിട്ട്. അപ്പോൾ ആ വരുന്ന ഒരു രംഗം, ഒരു അനുഭവം ഞാൻ പറയാൻ വന്നതാണിപ്പോൾ. പ്രവാസികളൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും, അത് ഉറപ്പാണ്, സംശയമില്ല. ഇതിനേക്കാൾ വലുതായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക അവരൊക്കെ. എന്നാലും എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയുകയാണ്. വേറൊന്നല്ല, പിന്നെ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചു. ഒരു ചെറിയൊരു കുഞ്ഞനുണ്ട്. ചെറുതെന്ന് വെച്ചാൽ 2 വയസ്സ് ആവുന്നൊരു പ്രായമുള്ളൊരു കുഞ്ഞനുണ്ട്, ആൺകുട്ടിയാണ്. അപ്പം ഞാൻ ഗൾഫിലേക്ക് വരാൻ വേണ്ടി സമയത്ത് ഉണ്ടാവുമല്ലോ. അപ്പം ഏതൊരാൾക്കും ഉണ്ടാവും ഒരു വേദന, പിന്നെ വിരഹത്തിൻ്റെ വേദന ഉണ്ടാവുമല്ലോ ഏതൊരാൾക്കും. കാരണം ഉമ്മ, ഉപ്പ, വൈഫ്, മക്കളുണ്ടെങ്കിൽ ഒരുപാട്, അല്ലെങ്കിൽ 1, 2 എത്രയാണോ ഉള്ളത്, ആ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രംഗം ഭയങ്കര സംഭവമാണ്. എല്ലാവർക്കും അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ പകലൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് ഞാൻ രാത്രി ടിക്കറ്റ് എടുത്തു ഗൾഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പൊതുവേ ഞാൻ പകലാണ് ടിക്കറ്റ് എടുക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന്, ഞാൻ വടകരയിൽ നിന്ന് കണ്ണൂർ അടുത്ത്, അവിടെ നിന്ന് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ടാവില്ല. ഒരൊറ്റ ടൈമേ ഉണ്ടാവും, വൈകുന്നേരം 7 മണിക്ക്, 7-7:15. അപ്പോൾ ആ സമയത്ത് ഫ്ലൈറ്റ് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം? വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് കൃത്യം 1 മണി 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് പോകണം. നല്ല സമയം, കുഞ്ഞനാണെങ്കിൽ ഉറങ്ങാതെ നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് മനസ്സുകൊണ്ട് പഠിച്ചവൻ അങ്ങനെ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ കോഴിക്കോട്, കാലിക്കറ്റ്, നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. കാലിക്കറ്റ് എടുത്താൽ അവിടെ നൈറ്റ് ഉണ്ട്, സ്വബൈക്കുണ്ട്, എല്ലാ സമയത്തും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. എന്നാൽ പിന്നെ മോൻ്റെ മുഖം കാണണ്ടല്ലോ. നേരത്തെ മോൻ്റെ ഓളെ കാണുന്ന സങ്കടം വേറെ ഉണ്ട്, എന്നാലും മോനാകുമ്പോൾ ഒന്നുകൂടി അധികം സങ്കടം. അങ്ങനെ എന്തായി, എയർപോർട്ട് കാലിക്കറ്റാക്കി. അവിടുന്ന് ടിക്കറ്റ് മോർണിംഗ് 8 മണിൻ്റെ ഫ്ലൈറ്റ്, അഥവാ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് പോകാനുള്ളതുകൊണ്ട് 11:00 ഇറങ്ങണം. രാത്രി 1 3 മണിക്ക് ഇറങ്ങിയാലാണ് ആ ടൈമിനകത്തേക്ക് എയർപോർട്ട് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഞാൻ അങ്ങനെ പോകുമ്പോൾ എൻ്റെ മോൻ ഉറങ്ങുന്നില്ല. 12 മണിക്ക് ഉറങ്ങുന്നില്ല. ഞാൻ കുറച്ച് ഉറങ്ങാണ്ടിരിക്കുമോ, കണ്ടിട്ട് പോകുന്ന സങ്കടം കൊണ്ടാണല്ലോ കാലിക്കറ്റ് വരെ ആക്കിയത്. എന്നിട്ട് ഉറങ്ങാണ്ട് കാണാമെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് കാര്യമുള്ളത്? അപ്പോൾ അവസാനം ഞാൻ പാല് കൊടുത്ത് ഉറക്കാൻ വേണ്ടി പറഞ്ഞു ഓളോട്. അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനടുത്ത് കിടന്നു. അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന് മുന്നേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടോ, കുടുംബക്കാരെല്ലാം പറഞ്ഞിരിക്കുന്നത് പാപ്പ പോവാണെന്ന് പറഞ്ഞിക്കേ. അപ്പോൾ ആ ഒരു മൈൻഡിൽ അതുണ്ട്. അപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം കണ്ണിങ്ങനെ പൂട്ടുന്നുണ്ട്. കാരണം ഉറക്കമെന്ന് നമ്മൾ കണ്ണിങ്ങനെ അടക്കുമല്ലോ, ഇനി തുറക്കുക പിന്നെയും പൂട്ടുക. ആ ഒരു രംഗം ഞാൻ കണ്ട് മനസ്സുണ്ട്. അതോ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അത് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? അത് എനിക്ക് ഇന്നും വന്നിട്ട് ഇപ്പോൾ 4-5 മാസമായിട്ടും അത് മാറുന്നില്ല. മനസ്സിൽ നിന്ന് ഭയങ്കര സങ്കടം. ആലോചിച്ചു, കണ്ണിങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടച്ച്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. പിന്നെ കാരണം പിറ്റേന്ന് കണ്ണ് ഇൻഷാല്ലാ തുറക്കുമ്പോൾ ഞാൻ അടുത്തില്ലല്ലോ. നല്ല ചിന്തിക്കണ്ടേ, അടുത്ത് ഞാനുണ്ടോ? ഞാൻ പോവല്ലേ, രാവിലെ ഞാൻ പോകുമെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലാക്കിണ്ടാവുമായിരിക്കും. എന്നാലും ഉറക്കം വന്നാൽ പിന്നെ എന്തായാലും കണ്ണടച്ച് പോകുമല്ലോ. അങ്ങനെ കണ്ണിങ്ങനെ അടക്കുമ്പോൾ ഞാൻ പഠിച്ചവനെ ഞാൻ നാളെ പോവും, എൻ്റെ മോനെ കാക്കണേ. ആ ഒരു വിഷമത്തോടെ തിരിച്ചു വന്നതാണ്. ഖത്തറിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പല വേദനകളും കടിച്ചമർത്തി കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും പഠിച്ച തമ്പുരാൻ എല്ലാവർക്കും ഹൈർ തരട്ടെ. എല്ലാ പ്രവാസിക്കും ക്ഷമയും സ്നേഹവും സഹനവും എല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.